അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ചേരുവകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണെങ്കിലും തലശ്ശേരി ബിരിയാണിയും അല്ലെങ്കിൽ മലബാർ ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, കല്യാണ വീട് സ്റ്റൈൽ ബിരിയാണി ഇതൊക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഫ്യൂഷൻ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, പക്ഷേ കിടിലൻ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എന്തായാലും ബീഫ് ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഈ ഒരു ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണിയിലേക്കുള്ള അരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ആട്ടോ. അതായത് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അരിയാണ്. അപ്പോൾ ഇത് ഞാനൊരു 7 കപ്പോളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോ അരി എടുത്തിട്ടുണ്ടാവും. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ നീളമുള്ള അരിയായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ മലബാർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എടുക്കുന്നത് ജീരകശാല അരിയായിരിക്കും, ചെറിയ അരിയായിരിക്കും. അപ്പോൾ ഇതിപ്പം വലിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിയിലോട്ട് നമുക്ക് വലിയ അരി തന്നെ വേണം കേട്ടോ. അതാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. പിന്നെ 1.5 കിലോ അരിയിലോട്ട് ഞാൻ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഇതാ ഇങ്ങനെ മീഡിയം പീസ് സൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വല്ലാണ്ട് ചെറുതാക്കിയില്ല, എന്നാൽ വലിയ വലുപ്പത്തിലും എടുത്തിട്ടില്ല. എല്ലുള്ള പീസൊക്കെ ഉണ്ട് കേട്ടോ. 1.5 കിലോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇളയ ബീഫ് എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. അപ്പോഴാണ് ആ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും ചെയ്യരുത്. പിന്നെ നമ്മൾ ബീഫ് ബിരിയാണിയും അതുപോലെ മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ബീഫ് അല്ലെങ്കിൽ മട്ടൻ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ്. ഏറ്റവും ടെൻഡറായിട്ടുള്ള ഇളയ ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും അവിടെ കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു മെയിൻ പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം കൂടി ഒരു പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ 4 ചേരുവകളും കൂടി നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇത് നമുക്ക് ബീഫിലോട്ടും വേണം, നമ്മൾ മസാലയിലോട്ടും വേണം. അപ്പോൾ അതാ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി പ്രഷർ കുക്കറിലാണ് ഞാനിപ്പോൾ ഇവിടെ ബീഫ് ഒന്ന് ആദ്യം വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ബീഫ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഫിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാനില്ല കേട്ടോ നമ്മൾ ബീഫ് വേവിക്കുന്നതിലിട്ട്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പച്ചമുളക് ഇതെല്ലാം കൂടിയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, എല്ലാം കൂടി ചേർത്തിട്ട് ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, കാരണം ബീഫിൽ ഓൾറെഡി വെള്ളം ഊറി വരും ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് വേണം ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല മൂത്ത ബീഫാണെങ്കിൽ, നിങ്ങളെടുക്കുന്നത് മൂത്ത ബീഫാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇളയ ബീഫാണെങ്കിൽ നമ്മൾ ഒരു വിസിലൊക്കെ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കുറച്ചുകൂടെ മൂപ്പുള്ള ബീഫാണെങ്കിൽ ഒരു 3-4 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം വേണം തുറക്കാൻ കേട്ടോ. പെട്ടെന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ ബീഫ് അവിടെ വേവിക്കാൻ വെച്ച ശേഷമാണ് അരി വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളത്തിലാണ് അരി വേവിക്കാൻ വെക്കുന്നത്. എന്നിട്ട് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ ബിരിയാണി കൈത ഉണ്ടല്ലോ, ചോറ്റ് കൈത എന്ന് പറഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം ആ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരും. അപ്പം അവിടെ ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്കിനി മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. ചോറും ബീഫൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം സവോള ഞാനിപ്പോൾ ഒരു 10 സവോള എടുത്തിട്ടുണ്ട് 1.5 കിലോ ബീഫിലോട്ട്.
അപ്പോൾ സവോള നല്ലോണം കനം കുറച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിലൊരു 3 സവോള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം മതി നമുക്ക് ഫ്രൈ ആക്കിയത്, കാരണം അത് മസാലയിലോട്ടും വേണം, അതുപോലെ ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കാനും വേണം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കുന്നത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റിനും മാറ്റം വരും. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ ഇങ്ങനെ സവോള ഫ്രൈ ആക്കി എടുക്കുന്നത്. ഫ്രൈ ആക്കിയത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ, ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഏകദേശം ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റി വെക്കണം. എന്നിട്ടത് ഡ്രൈ ആവുന്ന സമയത്ത് ഒന്ന് ക്രിസ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രയുമാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും വേണ്ട, കുറച്ചെടുക്കാൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, എനിക്ക് പൊതുവേ ഇങ്ങനെ ബിരിയാണിയിൽ കുറേ ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടുള്ള ഓണിയൻ ഒന്നും കാണുന്ന ഇഷ്ടമല്ല. പക്ഷേ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളവർ അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഫ്രൈഡ് ഓണിയന് മസാലയിൽ എന്തായാലും ചേർക്കണം കേട്ടോ, അത് മസ്റ്റാണ്. ഇങ്ങനെ ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എടുക്കാം കേട്ടോ, ഇഷ്ടമില്ലാത്തവർ. ഇനി ആ ഓയിലേക്ക് തന്നെ എല്ലാം കുറേശ്ശെ എടുക്കുക. ഹോൾ സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്നിങ്ങോട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, പച്ചമുളക് എല്ലാം കൂടിയുള്ള പേസ്റ്റ്, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാൻ. നല്ലോണം നല്ലൊരു മണമൊക്കെ വരും ഇത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് അതിലോട്ട് നമ്മൾ സവോള നേരത്തെ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക, ബാക്കിയുള്ള സവോള കേട്ടോ. ഇതാണ് നമ്മൾ മസാലയിലോട്ട് ചേർക്കുന്ന സവോള. മൊത്തം നമ്മൾ 10 സവോള എടുത്തിട്ടുണ്ട്. അതിലൊരു 3 സവോള നമ്മൾ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള സവോളയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറും വേണം, അതുപോലെ സവോള നല്ലോണം സോഫ്റ്റായിട്ട് വരും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. സവോള ഒന്നും നന്നായിട്ട് കുക്കായിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ മൊത്തം ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. 3 എടുത്തിട്ടുള്ളത്, വലിയ തക്കാളി എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളിതിലോട്ട് തക്കാളിയുടെ പുളിയിനേക്കാളും കൂടുതൽ ചേർക്കുന്നത് തൈരിൻ്റെ പുളിയാണ്. ശരിക്കും ഇങ്ങനത്തെ ഈ ബീഫ് ബിരിയാണിക്കൊക്കെ കൂടുതലും ടേസ്റ്റ് തൈരിൻ്റെ പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിക്ക് അവിടെ കുക്കാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബീഫ് എങ്ങനെയുണ്ട് നോക്കാം. ഞാനൊരു 3 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫ്. ചില ബീഫിന് 1 വിസിൽ വന്നാൽ തന്നെ വെന്ത് കിട്ടും. നല്ലോണം വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ബീഫ് വെന്തിട്ടുണ്ടാവണം കേട്ടോ. ബീഫ് വന്നിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കുക. നമ്മൾ നേരത്തെ തക്കാളിയൊക്കെ ചേർത്തിട്ട് അടച്ച് വെച്ചതാണ്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ഷെയർ ചെയ്ത സമയത്ത് 1 വിസിലായിരുന്നു ബീഫ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, 1 വിസിൽ വരുന്നവരെ. അത്രയും ചെറിയ ഇളയ ബീഫായതുകൊണ്ട്, ഇതിപ്പോൾ കുറച്ചുകൂടെ മൂത്ത ബീഫായതുകൊണ്ട് തന്നെ 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പം ഓരോ ബീഫിനനുസരിച്ചിരിക്കും നമ്മുടെ എന്താ പറയുക പ്രഷർ കുക്ക് ചെയ്യുന്ന സമയം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി ഒരു 1 ടീസ്പൂണ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക. കൂടുതൽ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ബീഫ് ഒരുപാട് വേവിച്ചിട്ട് ഈ മസാലയിൽ കിടന്നിട്ട് വേവാണ്ടിരിക്കരുത്. ഈ മസാലയിൽ കിടന്നിട്ട് ബീഫ് നന്നായിട്ട് കുക്കാവണം. അപ്പോഴാണ് ബീഫിന് കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് 1 കപ്പോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ള, നല്ല പുളിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തക്കാളി പുളിയും പിന്നെ തൈരിൻ്റെ പുളിയും ഇതിലോട്ട് മസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. ബാക്കിയുള്ള നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് എടുക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രൈ ചെയ്തിട്ട് കുറച്ച് കൂടിപ്പോയി, അപ്പോൾ അത്രയും വേണ്ട. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ അതാ 2 പിടിയോളം ഫ്രൈഡ് ഓണിയൻ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഒരു അരമണിക്കൂർ നമ്മൾ ബീഫ് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായി കിട്ടണം.
അപ്പം ഞാൻ മുമ്പ് കുട്ടൻ ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഷർ കുക്ക് ചെയ്ത ശേഷം പിന്നെ ബീഫ് മസാലയിൽ കിടന്നിട്ട് വേവണം, അപ്പോഴാണ് നമ്മുടെ ബീഫ് ബിരിയാണിക്ക് കറക്റ്റ് സ്വാദ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു 20 മിനിറ്റിന് കൂടുതലും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നല്ലോണം കുക്കായിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പം അത്യാവശ്യം ഏകദേശം കുക്കായിട്ടുണ്ടാവും. ബാക്കി ഇനി ദമ്മിൽ കിടന്നിട്ട് കുക്കാവാനുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, മസാലയിൽ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫ്ലെയിം വളരെയധികം കുറഞ്ഞ ഫ്ലെയിമിൽ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ദം ഇടാൻ പോവുകയാണ്. മല്ലിയില പുതിനയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആദ്യം ഈ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈഡ് ഓണിയൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ, കുറേ ഇട്ട് കൊടുക്കരുത്. പിന്നെ നമ്മൾ നേരത്തെ ചോറ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം വെന്ത ചോറാട്ടോ, വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോയരുത്. ബിരിയാണിയിലോട്ടൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ആ ഒരു വേവ് കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്, പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ചോറ് 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു ലെയർ ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് ചോറ് നല്ലോണം സോഫ്റ്റായിട്ട് ഇരിക്കുക. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു. പിന്നെ ഫ്രൈഡ് ഓണിയന്, പിന്നെ മുന്തിരി, അതുപോലെ അണ്ടിപ്പരിപ്പ് വറുത്തത്, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മല്ലിയില പുതിനയില. ഇതൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കട്ടോ, ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്ടമുള്ളവരാണ് കൂടുതൽ പേരെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും ഒരു ലെയറും കൂടി ചോറ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. പിന്നെ ഫ്രൈഡ് ഓണിയന്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ മല്ലിയില പുതിനയില ചോപ്പ് ചെയ്തത്. അതുപോലെ ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ലാസ്റ്റായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നെയ്യ് ലാസ്റ്റായിട്ട് മാത്രം ആ ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. നല്ലോണം ദമ്മിൽ കിടക്കട്ടെ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ, ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ദം ഇടാൻ കേട്ടോ. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ കേട്ടോ. ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം 1 മണിക്കൂർ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറന്ന് നോക്കാവൂ കേട്ടോ. അതുവരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് ബീഫ് ദം ബിരിയാണി ആവുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ദമ്മിൽ. അതിന് ശേഷമാണ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ തുറക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പി എടുക്കണം. വിളമ്പാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബിരിയാണി വിളമ്പാന്ന്. ആദ്യം വൈറ്റ് റൈസ്, അതുപോലെ എന്താ പറയുക, ഫ്രൈഡ് ഓണിയനും എല്ലാം കൂടി നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് മസാലയും കുറച്ച് റൈസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ചിലർക്കൊന്നും ഈ ബിരിയാണിയിൽ ഇങ്ങനെ ഫ്രൈഡ് ഓനിയനും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കഴിക്കുന്ന ഒട്ടും തന്നെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇടാണ്ടിരിക്കുക. പിന്നെ മസാലയിൽ ഫ്രൈഡ് ഓനിയൻ മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഗാർണിഷിങ്ങിനായിട്ട് ഇടുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ നിന്ന് കഴിക്കാൻ. ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറേ കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും കുറച്ച് അധികം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബീഫ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് കുറച്ച് കൂടുതലായിട്ട് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി. നമ്മൾ സാധാരണ മലബാർ സ്റ്റൈലൊക്കെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പം ജീരകശാല റൈസ്, ചെറിയ അരി വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ കഴിച്ച് നോക്കിയാലേ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. വലിയ അരി വെച്ചിട്ട് ഇങ്ങനെ ഈ നമ്മളെ മലബാർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് നിർത്താൻ തോന്നില്ല, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ളത് ഉറപ്പാണ്. ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഈ ഒരു ബീഫ് ബിരിയാണിക്ക്. പിന്നെ മുമ്പത്തെ ഒരു റെസിപ്പിയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയ ശേഷം ബീഫ് അധികം വന്നിട്ടില്ല, അതാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും കുറേ പേർക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഇതാ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയ ശേഷമാണ് ബീഫ് വന്നിട്ടില്ല എന്നാണെങ്കിൽ ആ ബീഫ് മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് മസാലയോടെ കൂടിയിട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. നല്ലോണം കുക്കാവുന്നവരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് മസാലയോട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ അത്രയേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും കുറേ പേര് മുമ്പത്തെ വീഡിയോയിൽ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് ആയാലും മട്ടൺ ആയാലും അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ബീഫ് ബിരിയാണിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്